വികാസ്, നീ അകത്തോട്ട് കയറിക്കോ. ഞാൻ ജയിച്ചിരിക്കുന്നു. എന്റെ പരീക്ഷണം വിജയിച്ചു. വർഷങ്ങളായുള്ള എന്റെ പ്രയത്നം പൂർത്തിയായിരിക്കുന്നു. ഈ ടെക്നിക്ക് ഞാൻ സൈന്യത്തിന് കൊടുക്കും. നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം എവിടെയും എപ്പോഴും ശത്രുക്കളുടെ താവളത്തിൽ ചെന്ന് അവരെ ഇല്ലാതാക്കാൻ പറ്റും. വികാസ്, ഇനി നീ പുറത്തേക്ക് വന്നോളൂ. വികാസ്, ഇനി നിന്റെ സാലറി ഞാൻ ഡബിൾ ആക്കി തരാം. ആർക്ക് വേണം തന്റെ ഈ ഡബിൾ സാലറി? എന്തായാലും ഞാൻ ആശിച്ചത് എനിക്ക് കിട്ടി കഴിഞ്ഞു. ഇനി എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മോഷണം ചെയ്യും, പിടിച്ചു പറിക്കും, ബാങ്ക് കൊള്ളയടിക്കും. എന്നെ ആർക്കും കാണാൻ പോലും പറ്റില്ല. ഇല്ല, പാടില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് വികാസ്. ഈ പരീക്ഷണം മിസ്യൂസ് ചെയ്യാൻ പാടില്ല. എന്തുവാ സാറി പറയുന്നേ? ഞാനിനി ഒന്ന് സന്തോഷിക്കട്ടെ. കുറെ നാളായില്ലേ എന്നെ ഇരുത്തിക്കൊണ്ട് പരീക്ഷിക്കുന്നത്. ഇനി ഞാനങ്ങ് പോകാ. ഇനി ഒരിക്കലും കാണില്ല. അവിടെ നിൽക്കൂ, പോകല്ലേ. കള്ളൻ മോഷ്ടിക്കുന്നേ. ബാങ്കിൽ നിന്ന് പണം മോഷ്ടിച്ചോണ്ട് പോണേ. നിക്ക്, അവിടെ നിക്ക്. എന്നിട്ടെങ്കിലും ഓടിക്കരുത്. കള്ളൻ. ആരെങ്കിലും ഒന്ന് വന്ന് സഹായിക്കണേ. ചിലപ്പോ വല്ല ഭൂതമായിരിക്കും. വരൂ, നമുക്ക് ഇവിടുന്ന് ഓടി പോകാം. ഭൂതം ഒരിക്കലും മോഷ്ടിക്കാറില്ല. ബാങ്കിന്റെ സെക്യൂരിറ്റിയാണ് ഒച്ച വെക്കുന്നത്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഇനി കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. എന്താ നീ കാണിക്കുന്നേ? ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യൂ. വേണ്ട. എന്നെ വെടിച്ചു നിനക്ക് അങ്ങനെ പോവാൻ സാധിക്കില്ല, സ്മോക്കി മാൻ. എന്താ ഈ പറക്കുന്നത്? ഭൂതോ പ്രേതോ അതോ വേറെ വല്ലതാണോ? ഇത് ഭൂതമൊന്നും അല്ല, കള്ളനാണ്. ബാങ്കിൽ നിന്ന് കട്ടെടുത്ത് പോകുന്നത് കണ്ടില്ലേ? വയറിൽ കയറി പിടിക്കൂ. സാരമില്ല, പോട്ടെ. ഞാൻ വീണ്ടും വരും. ഈ നഗരം മുഴുവൻ ഞാൻ കൊള്ളയടിച്ചിരിക്കും. നിന്നെ കൊണ്ട് ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ല.
ശിവ, നീ ഏതായാലും ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച കാശ് തിരിച്ചെടുത്തല്ലോ. ഇനി ആ കള്ളന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഡോണ്ട് വറി, അവനെ ഞാൻ പിടിച്ചിരിക്കും. ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. പിടിക്കേ, പിടിക്കേ, ആ കള്ളനെ പിടിക്കേ. ഹലോ, ആ ഞാൻ വരുന്നു എന്ന് പറഞ്ഞില്ലേ? അതെ അതെ, ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഞാൻ നോക്കിക്കോളാന്നേ. ഹലോ ഹലോ, എന്തപ്പ ചെയ്യാ? ഈ വേദാനഗരത്തിൽ പലയിടത്തും മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ എവിടേക്കൊക്കെ പോവാ? ഏതൊക്കെ കള്ളന്മാരെ പിടിക്കുക? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാ ചെയ്യേണ്ടത്? ഞാനാണെങ്കിൽ ശിവയോട് പറഞ്ഞു കള്ളനെ ഞാൻ പിടിച്ചോളാന്ന്. ഒരു കാര്യം പറഞ്ഞോട്ടെ സാർ, ഇപ്രാവശ്യം സാർ ഈ കേസ് ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്ത് കാണിക്കണം. സാറിനത് ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇപ്രാവശ്യം സാറ് ശിവനെ വിളിക്കാൻ പാടില്ല. താൻ എന്തായി പറയുന്നത്? ഞാൻ ശിവനെ വിളിക്കണമെന്നോ? ഒരിക്കലും ചെയ്യില്ല. ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. മുത്തശ്ശ, ഞാൻ മധുര പോയി വന്നു. വരുമ്പോ മുത്തശ്ശിന് വേണ്ടി കുറച്ച് പേട വാങ്ങിച്ചോണ്ട് വന്നൂന്നേ. അവിടുത്തെ പേടയ്ക്ക് നല്ല സ്വാദുണ്ടാവും. അത് കൊള്ളാമല്ലോ, വളരെ സന്തോഷമായി. ഈ സന്തോഷം ആഘോഷിക്കാൻ ഞാനൊരു പാട്ട് പാടാം. അതിനെന്താ, പാടിക്കോളൂ, സന്തോഷായി. പക്ഷേ നമ്മുടെ ശിവ എവിടെ പോയി? ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. എന്തേ, ശിവയെ കൊണ്ടുപോകാനോ മറ്റുമാണോ? അങ്ങനൊന്നും ഇല്ല മുത്തശ്ശി. ശിവനെ ഇവിടെ എവിടെ കണ്ടില്ലേ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ വന്നത് മുത്തശ്ശിന് നല്ല സ്വാദുള്ള പേട കൊടുക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾക്കും കഴിക്കാട്ടോ. ഹലോ ലഡ്ഡു സിംഗ് സാറേ, ഹലോ. സുഖം തന്നെയല്ലേ? ശിവ, മതി സംസാരിച്ചതൊക്കെ. മോൻ ഇപ്പഴല്ലേ വന്ന, വേഗം അകത്തേക്ക് പോ. പിന്നെ മുത്തശ്ശ, ഒരു സ്മോക്കി മാൻ ഇവിടെ ഉണ്ട്. പുക പോലെ അയാൾ വരുന്നത്. എന്നിട്ട് ബാങ്കിൽ നിന്ന് പണം മോഷ്ടിച്ച് പോയി കളയും. ഇവിടുത്തെ ജനങ്ങളൊക്കെ ആകെ പേടിച്ചിരിക്കുകയാണ്. നഗരത്തിലെ ഒരു ബാങ്കും അവൻ വിട്ടുവെച്ചിട്ടില്ല. പക്ഷെ മുത്തശ്ശ, നിങ്ങൾ ഇതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ആ സ്മോക്കി മാനെ ഞാൻ എത്ര വേഗം പിടിച്ചിരിക്കും. എന്നാ വേഗം ചെന്ന് പിടിക്കാൻ നോക്ക്. ഈ കാര്യം പറഞ്ഞ് ശിവയെ കൂട്ടിക്കൊണ്ടു പോവാൻ നോക്കണ്ട, വേഗം സ്ഥലം വിടാൻ നോക്ക്. ഈ ബഡ്ഡി എന്തിനാണ് വെറുതെ കുറയ്ക്കുന്നത്? ബഡ്ഡി ഒന്ന് മിണ്ടാതിരിക്കാൻ. എന്നപ്പാ സ്മോക്കി മാൻ ഇവിടെ അടുത്തെങ്ങാനും കാണുമായിരിക്കും. സ്മോക്കി മാനെ പിടിക്കാൻ ശിവ എന്തെങ്കിലും പ്ലാൻ ചെയ്യും. ഞാനത് ഇവിടെ തന്നെ ഇരുന്ന് കേട്ട് ആ കള്ളനെ ഞാൻ പോയി പിടിച്ചിരിക്കും. എന്തായാലും ശിവയുടെ വീട്ടിൽ പോയിട്ട് പേട കൊടുത്തത് നന്നായി എനിക്ക് തോന്നുന്നു. ഇനി സ്മോക്കി മാൻ അടുത്തതായിട്ട് എവിടെയായിരിക്കും മോഷ്ടിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്ക്. ചിലപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത ടാർഗറ്റ് വേദസ് ബാങ്ക് ആയിരിക്കും. കാരണം അത് ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെയുള്ള മിക്ക ബാങ്കുകളിലും അയാൾ മോഷ്ടിച്ചു കഴിഞ്ഞു. അവസാനമായിട്ട് നിൽക്കുന്നത് വേദസ് ബാങ്ക് ആണ്. അവിടെ ആയിരിക്കും മോഷ്ടിക്കാം. രേവ പറഞ്ഞത് വളരെ ശരിയാ. നമുക്ക് എത്രയും പെട്ടെന്ന് പോണം. പോയിട്ട് നമ്മുടെ ട്രാപ്പ് റെഡിയാക്കാൻ നോക്കണം. എന്താ ബഡി, ഇനിയെങ്കിലും കുറയ്ക്കുന്നത് നിർത്ത. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്തായാലും ലഡ്ഡു സിംഗ് സാറിനെ വിളിച്ചേക്കാം. ഹലോ ലഡ്ഡു സിംഗ് സാർ. പറയൂ. ഹലോ, ഇതെന്താ പതുക്കെ സംസാരിക്കുന്നത്? ഞാൻ ഉറക്കെ സംസാരിച്ച എന്റെ ശബ്ദം ശിവയുടെ അടുത്ത് തന്നെ കേൾക്കല്ലോ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. വേദാസ് ബാങ്കിലെ പണം മോഷ്ടിച്ച കള്ളനെ പിടിക്കുന്ന ഐഡിയ കൊള്ളാം. വേദസ് ബാങ്കോ? അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? അത് പിന്നെ ഞാനൊരു ഗസ്സിംഗ് ചെയ്തതല്ലേ. നമുക്ക് അവിടെ വെച്ച് കാണാട്ടോ. ലഡ്ഡു സിംഗ് സാർ അവിടെയുള്ളത്. കൊള്ളാം, സൂപ്പർ. ഓ, ഈ തേനീച്ച എന്തിനാ വെറുതെ എന്റെ പുറകെ വന്നോണ്ടിരിക്കുന്നേ? മതി മതി, ഒന്ന് പോകുന്നുണ്ട് അവിടുന്ന്. സാറത് കൊടയാൻ പാടില്ല, ഒച്ച വെക്കാനും പാടില്ല, പിന്നെ കള്ളി മുഴുവനും വെളിച്ചത്താകും. ആ